മുമ്പിൽ കൊണ്ടുവന്നു മാഷിത്താര നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മാഷിത്താ, നീ അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് വരുമോ മാഷിത്താ? തിളയ്ക്കുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുമ്പോ മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, ഞാൻ അല്ലാഹുവിനെ വലിച്ചെറിയൂല. മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത വേണ്ട മാഷിത്ത. മാഷിത്ത സമ്മതിക്കാതെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ പിടിച്ച് കെട്ടുകയാണ്. എന്നിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് ഞങ്ങൾ കരിക്കും മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ അനങ്ങുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു പെങ്ങള് അതിനകത്തിട്ട് കരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ കണ്ണിന്റെ മുമ്പിൽ കടന്നു മരിക്കുകയാണ്. അല്ലാഹുവേ, മാഷിത്താന്റെ പൊന്നാര മകളെ പിടിച്ചു കൊണ്ടുവരികയാണ്. തന്റെ മൂത്ത മകളെ പിടിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നു, മാഷിത്താ മതം മാറുമോ മാഷിത്താ? ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു. ഇത് നീ നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നുമോളാണ്, ഇതിനെ കൊല്ലണോ മാഷിത്താ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ തയ്യാറായില്ല. തന്റെ പൊന്നാര മകളെ അതിനകത്തിട്ട് കരിക്കുകയാണ്. പടച്ചവനെ, രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തികെട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാഷിത്ത ബീബി ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ്. അവർക്ക് വാശിയായി, അവർക്ക് ദേഷ്യമായി. പടച്ചവനെ, പിന്നെ ആരെയാണ് പിടിച്ചതെന്നറിയോ? മാഷിത്ത ബീബിക്ക് പാല് കുടിക്കുന്ന ഒരു മോനുണ്ട്. പാല് കുടിക്കുന്ന ഒരു പൊന്നുമോന് മാഷിത്തയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പതറുകയാ. ഇതേതെങ്കിലും ഒരു സീരിയലിന്റെ കഥയല്ല ഉമ്മ. ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാ നിനക്ക് പഠിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ചോദിക്കുമ്പോ മാഷിത്ത കൊടുക്കുന്നില്ല, മാഷിത്ത കൊടുക്കുന്നില്ല. കാരണം പടച്ചവനെ, നൊന്തു പ്രസവിച്ച പൊന്നുമോനാട്, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞാട്. ആ പൊന്നുമോനെ വിടാൻ മനസ്സു വരുന്നില്ല. പടച്ചവനെ, മാഷിത്ത തന്റെ കുഞ്ഞിനെ കൊടുക്കാതെ വന്നപ്പോ എല്ലാവരും ചിരിക്കുകയാ. മാഷിത്ത തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ ഉമ്മ കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാ. തന്റെ പൊന്നാര മകനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് മാഷിത്ത് നിന്ന് കരയുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ. ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്നു, യാ ഉമ്മാ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് സ്വർഗമില്ലേ ഉമ്മ? നമ്മൾ സ്വർഗത്തിലല്ലേ ഉമ്മ? ധൈര്യമായിട്ടെന്നെ വിടുമ്മ. ആ പാല് കുടിക്കുന്ന കുഞ്ഞവിടെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, എല്ലാവരും കേട്ടടോ, എല്ലാവരും കേട്ടടോ. അവസാനം ആ ചോരക്കുഞ്ഞിനെയും തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. റബ്ബേ, അവസാനം മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാഷിത്തേനെ അവസാനം കൊല്ലാ സമയമായപ്പോ ഫിറഔന് ചോദിച്ചു, മാഷിത്ത, നിന്റെ
അവസാനത്തെ ആഗ്രഹം എന്താ? ഒരുപാട് കാലം ഭക്ഷണം വിളമ്പിത്തന്നവളല്ലേ, എന്റെ മക്കളെ സ്നേഹിച്ചവളല്ലേ, അതുകൊണ്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ മാഷിദ് ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, എന്നെ നിങ്ങൾ കൊന്നിട്ട് ഖബറടക്കുമ്പോ ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരേ ഒരു കുഴിക്കകത്തിട്ട് മൂടണേ. പെങ്ങളെ മാഷിദ് ബീബി റളിയല്ലാഹു തആല അൻഹ ആ മഹ്ദിയെയും അവിടെ ഇട്ട് കരിക്കുകയാണ്. പടച്ചവനെ മാഷിദ് ബീബി ലോകത്തോട് വിട പറയുകയാണ്.